വിഘ്നേശ്വര പാദപങ്കജം സ്മരാമി തുംഭിമുഖേശ്വരം ഗണനായകം കരോമി കല്യാണ ഗുരുഭൂജനം സദാ നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭൂഫല സാരഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം എല്ലാ കുട്ടികളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വിഷുക്കണി കണ്ട് വിഷു കൈനീട്ടം വാങ്ങിക്കുവാനായിട്ട് എല്ലാ കുട്ടികളോടും സ്റ്റേജിലേക്ക് വരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. All the little children, please come to the stage for വിഷു കൈനീട്ടം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണനടുത്തു വാ ഉണ്ണി കണി കാണാം. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ കൃഷ്ണനടുത്തു വാ ഉണ്ണി കണി കാണാം. ബാലസ്ത്രീകളെ തുകിലും മാറിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വന്ന കണി കാണാം. ബാലസ്ത്രീകളെ തുകിലും മാറിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വന്ന കണി കാണാം. എതിരെ ഗോവിന്ദനരികെ വന്നോരു പുതുമയാ
നമസ്കാരം. എല്ലാ കുട്ടികൾക്കും വിഷു കൈനീട്ടം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലൊരു വിഷു സദ്യയും കഴിച്ചിട്ടുണ്ടായിരിക്കും. നല്ല സദ്യയായിരിക്കും ഇന്ന് കഴിച്ചതെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഓം കൾച്ചറൽ അസോസിയേഷൻ്റെ ഇക്കൊല്ലത്തെ വിഷുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിഷുക്കണി കണ്ടു, കുട്ടികൾ വിഷു കൈനീട്ടം മേടിച്ചു. ഇനി നമ്മൾ ഒന്ന് രണ്ട് നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടിയായ നിറമാല എന്നുള്ള ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സ്പോൺസർ സെഗ്മെൻറ്റാണ് ആൻഡ് ഒന്ന് രണ്ട് റെക്കഗ്നിഷൻ കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന മാതിരി ഓം കൾച്ചറൽ അസോസിയേഷൻ 1999 മുതൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ്. ഒൻറ്റാരിയയിലെ ഹിന്ദു മലയാളീസിൻ്റെ ട്രഡീഷനും കൾച്ചറും ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടാടുവാനായിട്ട് വിഷുവും ഓണവുമായിട്ടൊക്കെ കൊണ്ടാടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഇപ്പോഴും പുതിയ പുതിയ തലമുറകൾ വന്ന് നമ്മുടെ കൂടെ ഇത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഐ വാണ്ട് ടു ബ്രിങ് ഹിം ഓൺ ദ സ്റ്റേജ്. ഓം കൾച്ചറൽ അസോസിയേഷനേക്കാളും കൂടുതൽ അധികം ഇവിടെ കാലം ഉണ്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്റ്റൺ. നമുക്കും ഒരുപാട് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്റ്റന് വേണ്ടി ഓമിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനൊരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ട് ഓം കൾച്ചറൽ അസോസിയേഷനും നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നെടും തൂണ് എന്ന് പറയാവുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ട്, ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ തീർച്ചയായിട്ടും അതിൻ്റെ വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ കരിയന്നൂർ ശ്രീ ദിവാകരൻ തിരുമേനി. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് കാണുന്ന അമ്പലം ആ ഒരു രീതിയിലായത്. പക്ഷേ അതിലുമൊക്കെ ഉപരിയായി 10-35 വർഷത്തിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊരു ഡ്രീം ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം, ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടാവാനും അതിനുവേണ്ടി പരിശ്രമിച്ച അതിലെ ഒരു സ്ട്രോങ് പില്ലറായിട്ടുള്ള ഡോക്ടർ കരുണാകരൻ കുട്ടി, ഡോക്ടർ കുട്ടി അങ്കിൾ, കുട്ടി ഏട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അദ്ദേഹത്തെ ഞാൻ വാണ്ട് ടു ബ്രിങ് ഹിം ഓൺ ടു സ്റ്റേജ്. So before I give the mic to him, Kutti uncle by profession of course is doctor, now retired, trying to enjoy a bit of his life, trying to travel around the world. But ഡോക്ടർ ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വേണ്ടി അമ്പലത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടു കൂടി വർക്ക് ചെയ്ത് ആ ഒരു ഡ്രീം ഇന്ന് കം ട്രൂ. അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഇറ്റ്സ് എ പ്ലേസ് ഫോർ എവരിബഡി. നമുക്ക് എല്ലാവർക്കും അവിടെ പോയി പ്രാർത്ഥിക്കാനായാലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസിനായാലും ഇതൊന്നുമില്ലെങ്കിലും വെറുതെ പോയിരുന്നൊന്ന് പീസ്ഫുൾ ആവാനായിട്ടുള്ളൊരു സ്ഥലമാണ് അമ്പലം. ആൻഡ് ഓൾസോ എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിന് ഉപരിയായിട്ട് അമ്പലം വേറെ ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട്, പാർക്ക് സ്പോൺസർ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്, യൂത്ത് വിങ് ഉണ്ട്, സീനിയേഴ്സ് ക്ലബ് ഉണ്ട്, ഒരുപാട് ന്യൂ കമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ്. ഐ ഡോണ്ട് നീഡ് ടു ടെൽ യു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ഡോക്ടർ കുട്ടി അങ്കിൾ, യുവർ ലീഡർഷിപ്പ്, യുവർ വിഷൻ, ഇറ്റ് വാസ് നോട്ട് ഈസി. ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ടേ ചിലപ്പോൾ ഇട്ടേച്ച് പോയേനെ, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചിട്ട്. ബട്ട് യു കെപ്റ്റ് us, and the whole reason going. So big applause, big salute to him to take us to this far. Thank you. A few words. താങ്ക് യു ഉണ്ണി. ഞാൻ 71-ലാണ് ഇന്ത്യ വിട്ടത്. ഇംഗ്ലണ്ടിൽ വന്നു. 75-ൽ കാനഡയിൽ വന്നു. അത്യാവശ്യം പഠിപ്പിക്കാനായിട്ട് ന്യൂഫൗണ്ട്ലാൻഡിൽ പോയി. 84-ൽ പഠിപ്പിക്കുന്ന ജോലി വേണ്ടാന്ന് വെച്ച് ഒണ്ടാരിയോയിൽ വന്ന് സ്ഥിരതാമസമായി കേംബ്രിഡ്ജിലായിരുന്നു. അന്ന് ഞങ്ങളിങ്ങനെ മലയാളികൾ കൂടുമ്പോൾ വലിയ മലയാളി സമാജങ്ങളോ ഒന്നുമില്ല. കുറച്ച് കേരളീയരായിട്ട് കൂടുമ്പോൾ നമ്മുടെ എല്ലാവരും സ്വപ്നമായിരുന്നു ഒരു കൃഷ്ണൻ്റെ ക്ഷേത്രം. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഒരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം തന്നെ ആയിക്കോട്ടെ. അങ്ങനെയുള്ള സ്വപ്നം കണ്ട് നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ വിടുമ്പോൾ അന്ന് ഈ ഓർമ്മ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിക്ടോറിയ പാർക്കിൽ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി സെൻറ്റർ, അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ വിഷുവും ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ പോട്ട്ലക്ക് ആയിരുന്നു. ഇന്നത്തെ പോലെ കുക്ക് ചെയ്ത് എല്ലാവരെയും വിളിച്ചിരുത്തി ഇത്ര ജനങ്ങളൊന്നുമില്ല അന്ന്. അങ്ങനെ ചെറിയൊരു തുടക്കമായിട്ടാണ് തുടങ്ങിയത്. എന്നും ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നുള്ള ആ സങ്കല്പത്തിൻ്റെ പുറകിൽ നമ്മളോട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഓം.
അതുകൊണ്ട് ഞാൻ ഈ ഓമിൻ്റെ എല്ലാ അംഗങ്ങളെയും വളരെ എന്താ പറയുക ദയവോട് കൂടിയിട്ട് ഞാൻ അവരെ അനുസ്മരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എനിക്കിതിൽ തരുന്നത്. ഞങ്ങൾ 5 പേരാണ്. ഭാസ്കര മേനോൻ ഇപ്പോഴില്ല, ഗോപാലനാഥ മേനോൻ, രാമാനുജൻ, പിന്നെ വിശ്വനാഥൻ, അങ്ങനെ ഞങ്ങൾ 5 പേര് അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ 7 പേര് ഡയറക്ടേഴ്സ്. പക്ഷേ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ എല്ലാം സഹകരണം കൊണ്ടുമാണ് ഈ പ്രസ്ഥാനം നടന്നു വരുന്നത്. ഇന്നിപ്പോൾ ഈ അമ്പലത്തിൻ്റെ നിങ്ങളുടെ എല്ലാം ഈ അമ്പലത്തിൻ്റെ ഓരോ മണൽത്തരിയും ഓരോ ഇഷ്ടികയും ഭക്തരായിട്ട് നിങ്ങളെല്ലാം തന്നിട്ടില്ല. ഈ അമ്പലവുമായിട്ട് ബന്ധം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു പ്ലസൻ്റൽ കണക്ഷൻ എന്ന് പറയും. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിന്, അതുപോലെ ഒരു അമ്പലം ഒരു സമുദായത്തിൻ്റെ ജീവനാഡിയാണ്. നമ്മളെല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. അതാണ് നമ്മുടെ കരിയനൂർമന തിരുമേനി ഈ നമുക്ക് നാമജപം എന്ന് പറയുന്നത് നെല്ലുകൊണ്ട് ജപിച്ചിട്ട് ആ നെല്ലാണ് നമ്മളുടെ നിധികുംഭത്തിൽ നമ്മൾ നിറച്ചിട്ടുള്ളത്. എല്ലാം ഈ സമുദായത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഇതിൻ്റെ ഓരോ അംശത്തിനും നിങ്ങളെല്ലാവരും കടപ്പെട്ടവരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമവും സ്നേഹം നിറഞ്ഞ സഹകരണവും കൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാം നന്ദി. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മൾ അമ്പലത്തിൻ്റെ പണി കഴിഞ്ഞു, കടങ്ങളെല്ലാം ആൾമോസ്റ്റ് വീട്ടിൽ കഴിഞ്ഞു. മനസ്സിലല്ലേ? ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. നന്ദി, നമസ്കാരം. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി ന്യൂ ഇയർ. Thank you, Kuti Uncle, for taking time to come up on the stage and say a few words. ഇനി അമ്പലത്തിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു. ഉത്സവം വരുന്നു ജൂണിൽ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് എല്ലാവർക്കും കൂടിയും ഉത്സവം സെലിബ്രേറ്റ് ചെയ്യാൻ. പറയെടുപ്പ് വരുന്നു, വിഷു ആഘോഷിക്കുന്നു. സോ ദോസ് all upcoming programs. So now we'll quickly move on to നമ്മുടെ വണ്ടർഫുൾ സ്പോൺസേഴ്സ്. ഇന്നത്തെ ഈവനിങ് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് we were able to make this happen. So I want to invite one by one to start with Lada Menon of Menon Law Office Professional. Lada ji doesn't need an introduction. She is a well-known figure and a person in community organizations and a lot of part of even temple activities as well as community-ക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ലതാ ജി. Thank you, Leda ji. Please accept the flowers. And a quick word, please. I just want to wish everybody a happy new year and happy wish you to everybody. All the peace, prosperity, ഈ കൊല്ലത്തിന് എല്ലാം വരട്ടെ എല്ലാവർക്കും. ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ ഉണ്ട്. Thank you. Thank you, Leda ji, for the support. Next സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അരുൺ ശിവകുമാർ ഓഫ് റിമാക്സ് ഗോൾഡ് റിയൽറ്റേഴ്സ്. അരുൺ, പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ്. അഗെയിൻ അരുൺ ഈസ് ഓൾസോ വെരി വെൽ നോൺ ഓഫ് കോഴ്സ് ആസ് എ റിയാൽറ്റർ. അതിലുപരിയായിട്ട് കമ്മ്യൂണിറ്റിയിലും ബ്രാംപ്ടൺ ഏരിയയിലും ബ്രാംപ്ടൺ മലയാളി സമാജത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അരുൺ. സോ ഹാപ്പി ടു വെൽക്കം അരുൺ. And a few words. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. 2026 വളരെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു വർഷമാകട്ടെ. വളരെ മനോഹരമായൊരു വിഷു പ്രോഗ്രാമും അതുപോലെ ഒരു വിഷു സദ്യയും അണിയിച്ചൊരുക്കിയ ഓമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു അരുൺ. നെക്സ്റ്റ് ഞാനിവിടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു Pramod Kumar of Remax Gold Realty. Again, Pramod Kumar is also very well known in our community as a realtor as well as very strong community person. And Pramod is also part of our Om family. And Pramodine ഇപ്പം മാത്രമല്ല ഇത് കഴിഞ്ഞാലും ഈ മുഖം പല രൂപത്തിലും ഭാവത്തിലും കണ്ടു എന്ന് വയ്ക്കും. Anyway, Pramod, a few words. Thank you, Uneta. Thank you, entire team of Om, giving me an opportunity being a part of with the Om. And again, thank you everyone. എല്ലാവർക്കും ഒരു നല്ലൊരു വിഷു ആശംസിക്കുന്നു. Thank you so much.
അടുത്തതായിട്ട് ഗോപ മേനോൻ ഓഫ് എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് കമ്പനി. ഗോപ മേനോൻ, പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ്. അഗെയിൻ ഹി ഹാസ് ബീൻ എ ലോങ് സപ്പോർട്ടർ ഓഫ് ഓം ഇന്ത്യ ആയാലും അമ്പലത്തിൻ്റെ ആയാലും എല്ലാത്തിനും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ലോങ് ടൈമായിട്ട് ഓമിൻ്റെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. Happy Vishu to all, and thank you, Om, for giving this opportunity. Wish you all a very happy New Year. Thank you. അടുത്തതായിട്ട് അഗെയിൻ ഓമിൻ്റെ ഒരു ക്ലോസ് ഫാമിലി തന്നെയാണ് ഫോർ എ ലോങ് ടൈം. സുധീന്ദ്രൻ ചീനിക്കൽ, ഹീസ് എ സർട്ടിഫൈഡ് പ്രൊഫഷണൽ അക്കൗണ്ട് CPA. സുധി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സുധിയെ സാധാരണ ഇങ്ങനെ ഈ സമയത്തേക്ക് ഇവിടെ കിട്ടില്ല, കാരണം പിന്നിൽ വല്ലതൊക്കെ ചായം തേച്ചൊക്കെയാവും നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് ഇദ്ദേഹത്തിന് ഭാഗ്യത്തിന് കിട്ടി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖവും വീണ്ടും കാണും, അപ്പോൾ അതുകൊണ്ട് ഇതാവണ്ട. പക്ഷേ എനിവേ സുധി ഒരു സർട്ടിഫൈഡ് CPA ആളാണ്. അക്കൗണ്ടിങ് കമ്പനികളുടെയും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. സോ വളരെ ബിസിയാണ് ഈ സമയത്തും, എന്നിട്ട് പോലും ഓമിൻ്റെ പരിപാടിയിലും എല്ലാത്തിലും പങ്കെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും റീച്ച് ഔട്ട് ടു സുധി. സുധി, ഫ്യൂ വേർഡ്സ്. എല്ലാവർക്കും ഹാപ്പി വിഷു. പുകഴ്ത്തി ഒരുപാട് പുകഴ്ത്തി. അതുകൊണ്ട് മാത്രം ഈ ഈവൻ്റ് കഴിയുന്നവരെ ഒന്ന് ഇരിക്കണം, കാരണം എൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ. എല്ലാവരും ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഹാപ്പി വിഷു. അത് ഏറ്റവും ലാസ്റ്റത്തെ പ്രോഗ്രാമാണ് കേട്ടോ. സോ we have another sponsor, Santosh Pillai of Red Maple Realtors. I don't think Santosh is here today. He couldn't make it. So again, thank you, Santosh. And പിന്നെ ഇന്നത്തെ 4:30 മുതൽ നമുക്കിന്ന് ഇവിടെ സദ്യ ഒരുക്കി തന്ന ഓമിൻ്റെ ഒരു ലോങ് ടൈം പാർട്ട്ണറാണ് നമ്മുടെ ടോമി കോക്കാർഡ്. സോ അദ്ദേഹം ഇവിടെ ഇല്ല, പക്ഷേ നിഷ ഈസ് ഹിയർ, ഐ എം ഷുവർ. നിഷ, പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ്. Tommy Cockard, he's a realtor. He runs a few organizations and he's a big presence in the community. Nisha ഇവിടെ ഉണ്ടെങ്കിൽ please come up on the stage. Otherwise, oh yes. നിഷ മടിച്ചാണ് പറഞ്ഞത്, ഞാൻ ടോമിയാണ് കയറാറ്, ഞാൻ വരാറില്ല. പക്ഷേ നിഷ നന്നായിട്ട് പാട്ട് പാടുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സ്റ്റേജിൽ വരണം, പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഉറക്കെ കൈയടിച്ചാൽ ചിലപ്പോൾ പാട്ട് പാടും, ഇല്ലേ? A few words. Thank you so much. താങ്ക് യു നിഷ. പാട്ട് വേണ്ട അല്ലേ? വേണ്ട. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേറൊരു ഗ്രൂപ്പാണ് സ്കൈലൈറ്റ് ട്രാവൽസ്. ഷീല തോമസ്, മീന തോമസ്. അഗൈൻ ഷീല ഈസ് നോട്ട് ഹിയർ, ബട്ട് വി വാണ്ടഡ് ടു സേ ബിഗ് താങ്ക് യു ടു ദം. Now moving on to our last set of sponsors. ഓമിൻ്റെ ഒരു ലോങ് ടൈം സപ്പോർട്ടറാണ് and big presence in Toronto in the media world. That is none other than Madhura Geetham. So let's watch a video. Invites Vijay and Bindu Mekunnel to come up on the stage. Again, Vijay and Mridula has been part of OM for a long time. പലപ്പോഴും ഇവിടെ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ വിജയ് മാത്രമേ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളൂ സ്റ്റേജിൽ ഇത് ഈ റെക്കഗ്നേഷന്. പക്ഷേ മൃദുല ഇവിടെ ഇല്ല, വിച്ച് മീൻസ് സംതിങ്. സോ അഗെയിൻ ബിന്ദു, താങ്ക് യു. സ്വീറ്റ് വോയിസ് ഓഫ് മധുരഗീതം ഫോർ എ ലോങ് ടൈം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം.
മധുരഗീതവും ഓം കൾച്ചറൽ അസോസിയേഷനും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ തുടങ്ങിയിട്ട് 21 വർഷമായി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടുപേരും കളിച്ച് വളർന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് മധുരഗീതത്തിൻ്റെ ലിസ്ണേഴ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ വാർത്തകൾക്കും സംഗീതത്തിനും അപ്പുറം നമ്മുടെ കനേഡിയൻ മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ റേഡിയോ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുക. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കണ്ടൻറ്റ് അതിലുമുണ്ട്. ഇൻ്റർവ്യൂസ് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്. അതുപോലെ കനേഡിയൻ മലയാളികളുടെ നിങ്ങളറിയാത്ത ജീവിത കഥകൾ പറയുന്ന സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ റേഡിയോ കേൾക്കുന്നത് കൂടാതെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കണ്ടൻറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ 21 വർഷമായിട്ട് കനേഡിയൻ ഈ ഒരു മാധ്യമം ആയിട്ട് കനേഡിയൻ മലയാളികളുടെ ശബ്ദമായിട്ട് നിൽക്കാനായിട്ട് മധുരഗീതത്തിന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മധുരഗീതം ഫാമിലിയിൽ നിന്നും വിഷു ആശംസിക്കുന്നു. എൻജോയ് ദ പ്രോഗ്രാം. താങ്ക് യു. താങ്ക് യു ഉണ്ണിയേട്ട. താങ്ക് യു വിജയ്. അത് ബിന്ദു പറഞ്ഞ മാതിരി it's been long time around and to be consistent, constantly improve ചെയ്ത് സ്റ്റേ ചെയ്യാന്നുള്ള ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. സോ ബിഗ് കുഡോസ് ടു ദം. നമ്മുടെ ഇന്നത്തെ ഇവൻറ്റ് പാർട്ട്ണറായിട്ടുള്ളതാണ് kilikoodu.ca. അഗെയിൻ കിളിക്കൂടിലൂടെയാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് എ വെരി കൺവീനിയൻറ്റ് കൂൾ പ്ലാറ്റ്ഫോം. So just wanted to play a video of Kilikoodu. Again, Kilikoodu wonderful partnership. Do I have Vijaz here? ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. If Vijaz is here, please come up on the stage. കിളിക്കൂട് ഒരുപാട് നാളായിട്ട് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ പലർക്കും ടിക്കറ്റിങ്ങിനൊക്കെ ബിക്കംസ് വെരി ഈസി. സോ Vijaz ഇല്ലാന്ന് തോന്നുന്നു. Again, thank you Vijaz. And the last media partner I want to mention is Aha Radio. Arun ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ട് they couldn't come, but Aha Radio is also a FM studio here, been around recently and very very popular. So thank you Aha Radio as well. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ പരിപാടികൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാനിവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ബോറടിപ്പിക്കില്ല. നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കാൻ പോവുകയാണ്. 1-2 ഗ്രൗണ്ട് റൂൾസ് പറഞ്ഞോട്ടെ. ഒന്ന്, I know there are some little children, so please keep an eye on them. I don't want them to run around. ചിലപ്പോൾ ട്രിപ്പിംഗ് ഹാസാർഡ്സ് ഒക്കെ ഉണ്ടാവും. സോ സ്റ്റേ. ഹോപ്പ്ഫുള്ളി ദേ വിൽ എൻജോയ്. കുട്ടികളുടെയൊക്കെ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. സോ ദേ വിൽ എൻജോയ്. നല്ല പാട്ടുകളുണ്ട്. So again, with all that note, we are going to start the program. Once the program starts, it just keeps going. വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾ കയറി വന്ന പലർക്കും ഒരു കൂപ്പൺ തന്നിട്ടുണ്ടാവും. വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഷോ ഉണ്ട് June 20th, I believe, സാറ്റർഡേ. വിസയൊക്കെ കിട്ടിയെന്നാണ് ഞാൻ കേട്ടത്. അതിനുള്ള റാഫൽ ടിക്കറ്റിൻ്റെ ഒരു ബൗള് നിങ്ങൾ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളവിടെ ഫ്രണ്ടിൽ വെക്കും. യു ക്യാൻ കം ആൻഡ് പുട്ട് ദ ടിക്കറ്റ്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് നമ്മളിവിടെ റാഫൽ ചെയ്യും. 3 to 5 ടിക്കറ്റ്സ് ഹാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ സ്റ്റേ ട്യൂൺഡ്. വിതൗട്ട് ഡിലേ ഇന്നത്തെ ഈവനിങ് പരിപാടി തുടങ്ങുകയാണ്. നിറമാല എന്ന തീം വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം നമ്മൾ ഇനി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് വിഷുക്കണി മാറ്റാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഷോ ആരംഭിക്കുന്നു.